ഹായ് നമസ്കാരം, സുധിനാണ്. ഞങ്ങളിന്നുള്ളതേ കോട്ടക്കലടുത്ത് നമ്മുടെ തലക്കടത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. MTI HSS സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ടിന് ചുറ്റുഭാഗം ഫെൻസിങ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 133 മീറ്റർ ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ടൊന്നുമില്ല. കാര്യം നമ്മൾ ഇവിടുത്തെ കാലുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞങ്ങൾ ഒരു മാസം മുന്നേ വന്ന് സൈറ്റ് നോക്കുന്ന സമയത്ത് ഈ കാണുന്ന ഹോളോ ബ്രിക്സിൻ്റെ കെട്ടുകൾ 4 സൈഡും കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പൈപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നത് ഇത്രയൊക്കെ ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ, 4 അടി 5 അടിയൊക്കെ ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഫുട്ബോൾ പുറത്തോട്ട് പോകാതിരിക്കുക. ഫുട്ബോൾ പറയുമ്പോൾ വലിയ കുട്ടികൾ കളിക്കുന്നതല്ല, ചെറിയ കുട്ടികൾ കളിക്കുന്നതായതുകൊണ്ട് അത്ര ഹൈറ്റിൽ പോകാത്തത് കൊണ്ടായിരിക്കാം ഈ 6 അടി. ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒളിമ്പിക്സ് ഒരു 2-2.5 അടിയെടുത്ത് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ 8 അടി ഹൈറ്റോ ഓൾമോസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെൻസിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ ഭാഗങ്ങളിൽ ഫ്രെയിം വെച്ചിട്ടുണ്ടായിരുന്നു, കാലുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്ര ഹൈറ്റിൽ നമുക്ക് നിൽക്കുമ്പോൾ മുകൾ ഭാഗത്ത് സപ്പോർട്ടീവായിട്ട് ഒരു പൈപ്പൂടെ വേണമെന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ ഇൻക്ലൂഡിങ് ഈ കാലുകൾ ഹൈറ്റ് കൂട്ടലും മുകളിൽ പൈപ്പ് അടിക്കുന്നതൊക്കെ കൂടെ കൂടിയിട്ടുള്ള കൊട്ടേഷൻ കൊടുത്തു. അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഫാബ്രിക്കേറ്റേഴ്സ് ഉണ്ടായതുകൊണ്ട് അവരത് ഇവിടുന്ന് അവരെ സ്വയം ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തു. അങ്ങനെ ഫ്രെയിമിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയിൻ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ ചെയിൻ ലിങ്കിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത് ഇവിടെ ടാറ്റ വയറോണിൻ്റെ 3 ഇഞ്ച് കള്ളിയടത്തുള്ള 12 കെ 2.5 തിക്നെസ്സിലുള്ള ചെയിൻ ലിങ്കാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. 6 അടി ഹൈറ്റിൻ്റെ മെഷാണ്. നമ്മൾ കാലുകളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഫാബ്രിക്കേഷൻ ഒരു ടീം അല്ലെങ്കിൽ ക്ലൈൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ബാക്കിയുള്ള നമ്മുടെ ഭാഗത്തു നിന്നും ആകുമ്പോൾ ഇഷ്യൂസ് എന്നൊക്കെ പറയുന്നത് ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു തരാം. കാരണം നമ്മൾ മുകൾ ഭാഗത്ത് ഏകദേശം ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് ഗ്യാപ്പ് വന്നു. അത് കാഴ്ചയ്ക്കൊരു ഭംഗികേട് തന്നെയാണ്. കാരണം നമുക്കൊന്നും ചെയ്യാനില്ല. കാര്യം അത് 2 ഐറ്റം ടൈപ്പ് വർക്കേഴ്സ് ആകുമ്പോൾ നമുക്ക് ഒരിക്കലും അത് മാനേജ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഫെൻസിങ്ങിൻ്റെ വർക്കേഴ്സ് തന്നെ ആകുമ്പോൾ എന്താ വെച്ചാൽ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. സോ അങ്ങനെ ചെയിൻ ലിങ്കിൻ്റെ സ്പെക്ക് ചെയ്യാൻ പറഞ്ഞു. 3 ഇഞ്ച് സാധാരണ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ചെയ്യുന്ന 3 ഇഞ്ച് കള്ളികളും 75 mm കള്ളികളത്തിലുള്ള 2.5 mm തിക്നെസ്സുള്ള ചെയിൻ ലിങ്കാണ് ഉപയോഗിച്ചത്. 6 അടി ഹൈറ്റാണ്. കാലുകൾ എനിക്ക് തോന്നുന്നു 2 മീറ്ററിനും 2.5 മീറ്ററിലൊക്കെ ഉണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് ഓൾറെഡി ഒരു പൈപ്പ് കൊടുത്തുകൊണ്ട് സെപ്പറേറ്റ് സപ്പോർട്ടോ കാര്യങ്ങളോ കൊടുക്കേണ്ട ആവശ്യം ഇവിടെ വന്നിട്ടില്ല. 3 ലൈൻ പ്ലെയിൻ കമ്പി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം കുട്ടികളാണ് പന്തടിക്കുന്ന സമയത്ത് മാക്സിമം ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട്, ചെറിയ വയറിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് 3 ലൈൻ പ്ലെയിൻ കമ്പി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഒരു സൈറ്റിലെ വിശേഷങ്ങൾ ഇതാണ്. അപ്പോൾ ഇത് ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. കാരണം നമ്മൾ ഇതിൻ്റെ മുന്നിൽ സ്കൂളിൻ്റെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഏകദേശം 4 സൈഡും കൂടെ കൂടിയിട്ട് 133 മീറ്റർ ഏരിയ ആണ് വരുന്നത്. അതുപോലെ നിങ്ങൾക്കും ഇതുപോലത്തെ റിക്വയർമെൻറ്റ്സ് ഗ്രൗണ്ടോ സ്കൂളോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വീടിൻ്റെ ചുറ്റുഭാഗമാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലോട്ടുകളാണെങ്കിലും നിങ്ങളുടെ കൊമേഴ്ഷ്യൽ പ്ലോട്ടുകളാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കാം. ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാ ജില്ലയിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ നമുക്കൊരു 1000 മീറ്റേഴ്സ് ആണെങ്കിൽ 1 വീക്ക് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്രൂസ് നമ്മുടെ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ചെയിൻ ലിങ്ക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫെൻസിങ് വർക്കിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഏത് ടൈമിലും നമ്മൾ അവൈലബിൾ ആയിരിക്കും. ഫോണിൽ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പിൽ മെസ്സേജ് ഡ്രോപ്പ് ചെയ്യുക. എന്തായാലും ഇന്നത്തെ വീഡിയോ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ സൈറ്റ് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ കൊണ്ട് അറ്റാച്ച് ചെയ്യാം. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ റിക്വയർമെൻറ്റ് അറിയിക്കാം. അപ്പോൾ മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.